പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിയദാസനെ അനുവദിച്ചിനോർത്ത് യേശുവിൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്നു. അമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ധ്യാന സെൻറ്ററിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടും ധ്യാന ക്ലാസ്സുകളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടും ഞാൻ യാത്രയിലും പ്രാർത്ഥനയിലുമായിരുന്നു. അതുകൊണ്ട് 2 ദിവസം ക്ലാസ് ഇടാൻ പറ്റിയില്ല. അതിൻ്റെ ബാക്കി ഇട്ടിടുകയാണ്. നമ്മൾ കണ്ടത് നമ്മുടെ ഇനിയുള്ള 2027 മുതൽ 1-ാം വിരൽ, 2-ാം വിരൽ, അങ്ങനെ ഓരോ വിരൽ നമ്മളെ ഓരോ വർഷത്തിലേക്ക് ചൂണ്ടിയാൽ 2030 4-ാം വിരൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സായിരുന്നു നമ്മൾ അവസാനം കണ്ടത്. ഇനി 2030 വിരൽ ചൂണ്ടുമ്പോൾ അതിൻ്റെ ആദ്യ കാലഘട്ടം 2030 ജൂൺ പൂർണ്ണമായിട്ടും പൂർത്തിയാവുകയും 2030 ജൂലൈ 1-ാം തീയതി ആരംഭിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വലിയൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. 2030 എന്ന സംഖ്യാനാമം അഥവാ അങ്ങനെ ഒരു സംഖ്യ കലണ്ടറിൽ അച്ചടിക്കുമ്പോൾ, അല്ലെങ്കിൽ അച്ചടിക്കാൻ സാധിക്കാതെ വന്നാലും സാധിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു വർഷം യഥാർത്ഥത്തിൽ വരുമെന്ന് നമുക്കറിയാം. വരുമ്പോൾ അവിടെ 2 കാര്യം സംഭവിക്കും. ഒന്ന്, 2027 ആദ്യ കാലഘട്ടത്തിൽ ലോകം അതിൻ്റെ 3-ാം ലോക മഹായുദ്ധം ആരംഭിച്ച് 3.5 വർഷം പൂർത്തിയാക്കുകയും പൂർത്തിയാകുന്ന സമയം വരെ ഉള്ള ലോകത്തിൻ്റെ നിയന്ത്രണം എതിർ ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന വലിയൊരു സംഭവം അന്ന് നടക്കും. 2030 ജൂലൈ 1-ാം തീയതി മുതൽ പിന്നീടുള്ള 3.5 വർഷം, അത് അവസാനിക്കുന്ന 2033 2033 ഡിസംബർ 31-ാം തീയതി ആ 3.5 വർഷം പൂർത്തിയാവും. അത് ആ 3.5 വർഷം ഭരിക്കുന്നത് ലോകത്തെ എതിർ ക്രിസ്തു ആയിരിക്കും. അത് യുദ്ധത്തിൻ്റെ സമയമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയ ക്ഷാമത്തിൻ്റെയും പകർച്ചവ്യാധിയുടെയും രോഗങ്ങളുടെയും ആകുലതകളുടെയും ഉത്കണ്ഠകളുടെയും വലിയ പ്രശ്നങ്ങളുടെ ഒരു കാലഘട്ടമായിട്ട് വരും. മറ്റൊന്ന്, അപ്പോൾ ആദ്യത്തെ ലോകത്തിൻ്റെ ക്രമം 2030 ജൂൺ 30 അവസാനിക്കുമ്പോൾ, തീരുമ്പോൾ ലോകത്തിൻ്റെ നിയന്ത്രണവും സംവിധാനവും എതിർ ക്രിസ്തുവിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം അവിടെ മറ്റൊരു സംഭവം നടക്കുന്നത്, അവിടെ ഒരു സമയക്രമീകരണത്തെ ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേൽ പുസ്തകത്തിലും അതേ സംഭവം തന്നെ വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്. അതായത് ആ 2030 ജൂലൈ 1 ആരംഭിക്കുന്ന അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേൽ പുസ്തകം 12-ാം അധ്യായം അതിന് 7-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നു, ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണം? അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്നിരുന്ന ചടവസ്ത്രധാരി വളർത്തുകയും എടുത്തുകയും ആകാശത്തിന് നേരെ ഉയർത്തി എന്നേക്കും ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിടുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ആ സർവ്വശക്തനായ ദൈവം പറയണം, അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവർത്തിയാകും. അവിടെ ആദ്യമായി ഞാൻ പറയുകയാണ്, നിവൃത്തിയാവുക എന്ന ആ ഒരൊറ്റ വാക്കിൻ്റെ അർത്ഥം തന്നെ ഞാൻ പലപ്പോഴും പല ഉദാഹരണം പറയുന്നുണ്ട്. അത് നിവൃത്തിയാകുക എന്ന് പറഞ്ഞാൽ പടിപടിയായി സംഭവിക്കുക, ഘട്ടം ഘട്ടമായി അതിൻ്റെ എൻഡിലേക്ക് എത്തുക എന്നുള്ളതാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം. കാരണം ആ ഒരു വചനത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിശക്തമായ വിപുലീകരണ അർത്ഥ വ്യാപ്തിയുണ്ട്. നമുക്കൊരു ഒരു പശുവിനെ പോയി കറന്ന് പാല് വന്നു. അതിന് പിറ്റേ ദിവസം കുറച്ച് പാലെടുത്ത് മോരാക്കി ഉറച്ചു വെച്ചു. മോരാക്കി വെച്ചതിനെ കടഞ്ഞു. അത് കടഞ്ഞു കഴിയുമ്പോൾ നെയ്യ് കിട്ടി. നെയ്യിലെ വെള്ളമെല്ലാം പറ്റിക്കാൻ വേണ്ടി തീയിൽ വെച്ച് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് കിട്ടും. അപ്പോൾ അവിടെ പടിപടിയായിട്ട് സംഭവിക്കുക. അത് റബ്ബർ പാല് എടുത്ത് റബ്ബർ വെട്ടി ടാപ്പ് ചെയ്ത് അതിൻ്റെ പാലെടുത്ത് ഉറച്ച് ഷീറ്റാക്കി വെക്കാൻ വേണ്ടി പാലൊഴിച്ചു വയ്ക്കുന്നു, വെള്ളം ചേർക്കുന്നു, അതിനകത്ത് ആസിഡ് ചേർക്കുന്നു. അപ്പോൾ ഷീറ്റായിരുന്നു, പിറ്റേ ദിവസം അടിക്കുന്നു, അത് മെഷീൻ വെച്ച് അടിക്കുന്നു. അടിച്ചു കഴിയുമ്പോൾ അത് പുകപ്പരയെ കൊണ്ടിടുന്നു, അവിടെ ഉണങ്ങി കഴിയുമ്പോൾ അത് ഉണങ്ങിയ ഷീറ്റാവുന്നു. അത് ഫാക്ടറിയിലെത്തുന്നു, അത് ഉരുക്കുന്നു, ടയറാവുന്നു. ടയർ അതിൻ്റെ പൂർണ്ണരൂപം എത്തി അവിടെ അവസാനിക്കും. ടയറിൽ നിന്നും ആ വസ്തു പിന്നെ ഒന്നെങ്കിൽ അതിൻ്റെ നാശത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് മാറുന്നു. പക്ഷേ ആ റബ്ബർ എന്ന അതിൻ്റെ പൂർണ്ണാവസ്ഥ അതോടെ തീർന്നു. എന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിവൃത്തിയാവുക എന്ന് പറഞ്ഞാൽ പടിപടിയായി സംഭവിക്കുക എന്നതാണ് അർത്ഥം ഉള്ളത്. എന്നതുകൊണ്ട് തന്നെ 2027 ആരംഭിക്കുന്ന 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാവുകയും
രണ്ടാം ഘട്ടത്തിൽ സമയം തുടങ്ങുകയും ചെയ്യും. എന്നിട്ട് പറയുന്നത് അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെയായിരിക്കും. അപ്പോൾ തന്നെ അതിനും വിപുലമായ അർത്ഥമുണ്ട്. അതായത് ആ ഒരു സമയം തുടങ്ങിയാൽ അതിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങും. അതിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങിയാൽ എതിർക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് ലോകഭരണം പോകും. എതിർക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് പോയെന്നാൽ അത് ആണവയുദ്ധത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ആണവയുദ്ധം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അത് ഭൂമിയിലെ ആണവയുദ്ധം ഒരു നിശ്ചിത സമയം ഇല്ലാതെ വരികയും നിർത്തപ്പെടുകയും പിന്നീട് അത് ആകാശയുദ്ധമായി മാറുകയും ചെയ്യും. അങ്ങനെയാണ് 2033 യുഗം അവസാനിച്ച്, അത് 1000 വർഷം പൂർത്തിയാക്കി അവസാനിച്ച് 34 ഫെബ്രുവരി 15 പകൽ 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് സൂര്യനും ചന്ദ്രനും ഭൂമിയും അപ്രത്യക്ഷമാകുന്ന ആ വലിയ ആണവ വിസ്ഫോടനം സംഭവിക്കുന്നു. അങ്ങനെ പ്രപഞ്ചം എന്ന സത്യം ഇല്ലാതെയാവുകയും പ്രപഞ്ചമില്ലാതെ പിന്നെ രണ്ട് ബൈ പ്രൊഡക്റ്റുകളായി രണ്ട് വസ്തുക്കളായിട്ട് മാത്രം പ്രപഞ്ചം അവസാനിക്കുകയും ചെയ്യുന്ന പ്രക്രിയ സംഭവിക്കുന്നതിൻ്റെ ആദ്യ തുടക്കമാണ് അത് സമയവും. ആ സമയത്തിൻ്റെ ഒന്നാമത്തെ തുടക്കം, അതിന് ആ സമയത്തിൻ്റെ ഒരു വർഷം രണ്ടാമത്തെ തുടക്കം, അത് 2032 പ്രവേശിച്ചു, 33 പ്രവേശിച്ചു. അങ്ങനെ 33 പ്രവേശിക്കുമ്പോൾ 2000 വർഷം പൂർത്തിയാവും. അതുകൊണ്ടാണ് വെളിപാട് 27 കർത്താവ് പറഞ്ഞു വെച്ചിട്ട് വചനമുണ്ട്, 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. അപ്പോൾ മോചിതനാകുന്ന സാത്താനെ പിന്നെ ഭൂമിയിൽ ഒരു മനുഷ്യനും, ഒരു സഭയ്ക്കോ കൂദാശികൾക്കോ ജനത്തിനോ ഗവൺമെൻറ്റിനോ പ്രപഞ്ചശക്തിക്കോ സൗരയൂഥത്തിനോ ആർക്കുമേ പൂട്ടി അവനെ നശിപ്പിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ പാതാളത്തിൽ വെച്ച് മുദ്ര ചെയ്യാനോ സാധിക്കില്ല. അവിടെ പിന്നെ യുദ്ധം ചെയ്യാൻ, സാത്താനോട് യുദ്ധം ചെയ്യാൻ ഒരേ ഒരു വ്യക്തിക്ക് ഭൂമിയിൽ സാധിക്കുകയുള്ളൂ. അതാണ് കുഞ്ഞാടായ യേശു ക്രിസ്തു പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ മുമ്പിലെ ഏക കുഞ്ഞാടായ, ഒരു നിഷ്കളങ്കതയുള്ള, വിശുദ്ധിയും ശക്തിയും സ്നേഹവും നന്മയുമുള്ള ആ കുഞ്ഞാടായ യേശു ക്രിസ്തു അവനോട് പോരാടുകയും അവനെ എന്നേക്കുമായി പരാജയപ്പെടുത്തി സാത്താനും പിശാചും ഇല്ലാത്ത ഒരു പശ്ചാത്തല പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതിനെയാണ് സ്വർഗരാജ്യം അഥവാ നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഭവങ്ങൾ, അതിൻ്റെ ഡിവൈഡേഷൻ അഥവാ വിഭജനം, ഈ സംഭവങ്ങളുടെ വിഭജന പ്രക്രിയ പടിപടിയായിട്ട് സംഭവിക്കുന്ന ആ പദ്ധതി അത് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ എന്ന ക്രമത്തിലാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2027 എന്ന് പറയുന്ന ആ 3.5 വർഷം, 27 മുതൽ ജൂൺ 30 പൂർത്തിയാകുന്ന വരെയുള്ള ഒന്നാം ഘട്ടം, അതൊരു സമയമാണ്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നീട് വരുന്നത് രണ്ടാം ഘട്ടമാണ്. അത് സമയങ്ങളാണ്. ആ സമയങ്ങളിൽ തന്നെ 3.5 വർഷമുണ്ട്. ആ 3.5 വർഷത്തിൽ 2030, 31, 32, 33 കഴിഞ്ഞിട്ട് 33 അവസാനിക്കുന്ന ആ സമയം വരെ 3.5 വർഷം. അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെയായിട്ട് അതും ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതെല്ലാം കർത്താവ് ഒരു കയ്യാലയുടെ കല്ലുകൾ ഇങ്ങനെ സ്റ്റെപ്പ് അടുക്കി വെക്കുന്ന പോലെ അടുക്കി വെച്ച് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരായി, അതിൻ്റെ സംഭവം എല്ലാം പ്രപഞ്ചത്തിൽ ഒരുക്കപ്പെട്ടു. പക്ഷേ നമ്മുടെ തലയ്ക്കകത്ത് ഇന്നും യേശുവിൻ്റെ വരവെന്നൊരു പദ്ധതി ഇല്ല. അങ്ങനെ ഒരു വൈദികൻ്റെയോ മെത്രാൻ്റെയോ ആരുടെയും വായിൽ നിന്ന് ഇതുവരെ ആർക്കും കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ആർക്കുമില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായും സുവ്യക്തമായും ദൃഢമായും സംസാരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ എനിക്ക് ഭയപ്പെടാൻ ധൈര്യമായിട്ട് പറയാം. പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം തലയിട്ട് വന്ന് വീട് കഴിയുമ്പോഴേ നമുക്ക് ബോധം ഉണ്ടാവുള്ളൂ, മേലേക്ക് നോക്കുള്ളൂ. അപ്പോൾ കർത്താവ് പറയാണ്, അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെയായിരിക്കും. ഇനി ഇതിനകത്ത് തന്നെ വലിയൊരു നിഗൂഢ രഹസ്യം ദൈവം ഒളിക്കി വെച്ചിട്ടുണ്ട്. ഈ സമയങ്ങൾക്കും സമയത്തിൻ്റെ പകുതിക്കകത്ത് വലിയ ഒരു സംഭവം നടക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാവും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി, ആ ശക്തി എന്ന് പറയുന്നതാണ് ഒന്ന് ഇസ്രായേൽ ജനം. വിശുദ്ധ ജനത്തിൽ ഒന്നാം ഘട്ടം ഇസ്രായേൽ ജനം, രണ്ടാമത് കത്തോലിക്ക സഭ. അപ്പോൾ കത്തോലിക്ക സഭയുടെയും വിശുദ്ധ ജനമായ ഇസ്രായേലിൻ്റെയും വിശുദ്ധിയെ തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാവും. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് അത് എവിടെയാണ് ഇരിക്കുന്നത്? വിശുദ്ധിയെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റും. ഒരാളുടെ വിശുദ്ധിയെ, നല്ല സുമുഖനോ സുന്ദരിയോ ആരെങ്കിലും ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ ഹൃദയവിശുദ്ധിയെ കാണാൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കും. ഹൃദയം ഇരിക്കുന്ന അകത്താണ്. അപ്പോൾ അതിനകത്തിരിക്കുന്ന ആത്മാവിൻ്റെ അവസ്ഥയാണ് വിശുദ്ധി. ആ ആത്മാവിൻ്റെ അവസ്ഥ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരുവിധ വിഗ്രഹത്തിൻ്റെയോ ഒരുവിധ ജഡമോഹത്തിൻ്റെയോ ഒരുവിധ ആസക്തിയുടെയോ ഒരുവിധ സിമ്പിളിൻ്റെയോ ആഗ്രഹമോ സിമ്പിൾ രൂപമോ അതിൻ്റെ കളറോ ഡിസൈനോ ചലനമോ അതിൻ്റെ സുഗന്ധമോ അതിൻ്റെ ദുർഗന്ധമോ ഒന്നുമില്ലാതെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തിരുവചനം മാത്രമുള്ള
ഒരു ശക്തമായ ആത്മാവിൻ്റെ ഉടമസ്ഥാവകാശമുള്ള വ്യക്തിത്വമാണ് ശക്തി എന്ന് പറയുന്നത്. ആ ശക്തി, വിശുദ്ധിയുടെ ശക്തി, വിവേകത്തിൻ്റെ ശക്തി, നീതിയുടെ ശക്തി എന്ന് തകർക്കപ്പെടാൻ കഴിയുന്നോ അന്ന് ഇവ നിവൃത്തിയാകുമെന്ന് പറയുമ്പോൾ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഞാൻ പറഞ്ഞു. ഈ കാലഘട്ടം 2030 കാലഘട്ടമാകുമ്പോൾ ആ വിശുദ്ധീകരണത്തിൻ്റെ ശക്തി കത്തോലിക്ക സഭയുടെയും ഇസ്രായേൽക്കാരുടെയും വിശുദ്ധി തകർക്കപ്പെടും. അതിൻ്റെ എല്ലാവിധ സംഭവങ്ങളും നാം കാണുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപാരമായ കുടുംബ കലഹങ്ങൾ, സഭാ തർക്കങ്ങൾ, എങ്ങോട്ട് തിരിയണമെന്നുള്ളത്, എങ്ങോട്ട് തിരിയരുതെന്നുള്ളത്. വിവാഹം കഴിഞ്ഞ് 6 മാസമാകുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ഡൈവോഴ്സിലേക്ക് പോവുക, അല്ലെങ്കിൽ അടിച്ചു പിരിയുക, കേസാവുക, അല്ലെങ്കിൽ അകന്ന് പിരിഞ്ഞ് ദൂരദേശങ്ങളിൽ മാറി താമസിക്കുക. കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞിനോ മറ്റോ ജന്മം കൊടുത്താലായി, കൊടുത്തില്ലെങ്കിലായി. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ സമയവും സാഹചര്യം പശ്ചാത്തലവും ഇല്ല. കാരണം 2 ധ്രുവങ്ങളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പറ്റാതെ 3 വർഷം 4 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നു. 5 വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. അവിടെ എപ്പെട്ടാ നോക്കി. എന്നാൽ ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും അതിനിഗൂഢമായി നടക്കുന്നുമുണ്ട്. ഇതിനാണ് വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകരുക എന്ന് പറഞ്ഞാൽ ദൈവ പ്രമാണങ്ങളുടെ സർവശക്തനായ ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചം പോലും നിലനിൽക്കുന്നതും കറങ്ങുന്നതും ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ നിയമ തത്വ സംഹിതകളിൽ കൂടിയാണ്. അതിനാണ് സൗരയൂഥം, ക്ഷീരപഥം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അവിടെയും ഒരു പ്രപഞ്ചത്തിൽ ഒരു ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. സൂര്യൻ നടുഭാഗത്ത് നിൽക്കണം, ചുറ്റുമുള്ള ഗ്രഹങ്ങൾ ചുറ്റും ഇങ്ങനെ കറങ്ങണം. അതിന് സൗരയൂഥം എന്നാണ് പേര്. അതിനകത്ത് ഭൂമി ഇങ്ങനെ ഉണ്ടാവണം, അതിങ്ങനെ ദിവസവും കറങ്ങണം. അതിങ്ങനെ കറങ്ങുമ്പോൾ രാവും പകലും ഉണ്ടാവും. അങ്ങനെ ഋതുഭേദങ്ങൾ ഉണ്ടാവും. അങ്ങനെ കൃഷി ഭൂമിയിൽ സംഭവിക്കും. അങ്ങനെ മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ, ഇതിനകത്തെല്ലാം ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ദൈവത്തിൻ്റെ തത്വസംഹിതകളും ദൈവത്തിൻ്റെ ഘടനയും അതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഘടനകളെ മുഴുവനും തകർക്കുന്ന ഒരു സംവിധാനമാണ് വിശുദ്ധ ജനത്തിൻ്റെ ശക്തി, വിശുദ്ധിയുടെ ശക്തി തകർക്കപ്പെടുക എന്നത്. ഈ വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കപ്പെടുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ബാലൻസ് നഷ്ടമാവുകയും പ്രപഞ്ചത്തിൽ വലിയ ആണവ സ്ഫോടനം ഉണ്ടാവുകയും വിശുദ്ധിയിൽ സ്നേഹമുണ്ട്, സഹനമുണ്ട്, സാന്ത്വനമുണ്ട്. വിശുദ്ധിയിൽ അശുദ്ധിയിലോ ക്രൂരതയും ദുഷ്ടതയും ഭയാനകമായ ഭീവത്സമായ സംഭവം നടക്കും. അപ്പോൾ പിന്നെ ലോകത്തിൽ ആരും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ആണവ യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് അതാണ് 5-ാം വിരൽ 2030 ജൂലൈ 1, 2030 ജൂൺ 30-ഉം 2030 തന്നെ അടുത്ത മാസം ജൂലൈ 1-നും അവിടെ വെച്ച് കണക്ക് കൂട്ടുമ്പോഴാണ് 2033 ഉള്ള 7 വർഷത്തിൻ്റെ 3.5 എന്ന സംഖ്യ തികയുന്നതും കിട്ടുന്നതും. അതൊക്കെ എത്ര വ്യക്തമായിട്ട് പറയുന്നത്, അത്രയും വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അവിടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. ദാനിയേൽ പറഞ്ഞ പുസ്തകത്തിലെ വചനം വെളിപാടത്തിൽ എടുത്തു പറയുന്നു. അപ്പോൾ ലോകാവസാനത്തിൻ്റെ എന്ന യാഥാർത്ഥ്യത്തിൻ്റെ പരമസത്യം മനസ്സിലാക്കണമെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിഗൂഢതയിൽ കൂടെ കടന്നു പോയാൽ അല്ലാതെ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് 2027 1-ാം വിരൽ ഞാൻ പറഞ്ഞു. അങ്ങനെ 2030 ജൂലൈ 1-ലേക്ക് 5-ാം വിരൽ നാം നീട്ടണം. ആ നീട്ടുമ്പോൾ കിട്ടുന്ന മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ 5-ാമത്തെ വിരൽ എങ്ങോട്ടാണ് നീട്ടേണ്ടത്? 2030 ജൂലൈ 1-ലേക്ക്, 2030 ജൂൺ 30-ലേക്ക് നീട്ടി അവസാനിപ്പിച്ചു. അടുത്ത വിരൽ അങ്ങോട്ട് ജൂലൈ 1-ലേക്ക് നീട്ടി. അവിടുന്ന് 33-ലേക്ക് ഉള്ള 3.5 വർഷം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ സമയങ്ങളും അതിൻ്റെ കാലവും അതിൻ്റെ സംഭവങ്ങളും എല്ലാം പടിപ്പടിയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2000 വർഷം അതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുന്നത് 2033 അതിന് പറയുന്ന പേരാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരു ദിവസം നേരത്തിൽ പൗലോസ് പറയാണ്, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഇത് തിന്മയുടെ യുഗമാണ്, പാപത്തിൻ്റെ യുഗമല്ല. പാപത്തിൻ്റെ കാലം കടന്നുപോയി, അത് തിന്മയിലേക്ക് വന്നപ്പോൾ തിന്മയുടെ യുഗമാണ് വന്നത്. തിന്മയിൽ കൂടെ ദുഷ്ടാത്മാക്കൾ നിയമലംഘനത്തിലൂടെ നമ്മുടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും ഇന്ദ്രിയങ്ങളിൽ കൂടെയും ദുഷ്ടാരൂപിയിൽ കയറി വന്നു കഴിയുമ്പോൾ നാം വിശുദ്ധി നഷ്ടപ്പെടുന്നു. വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സമനില തെറ്റുന്നു. അവിടെ പിന്നെ കോപമായി, വൈരാഗ്യമായി, വിദ്വേഷമായി ആ രീതിയിലുള്ള ജീവിതം വരുന്നു ഭൂമിയിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ആ സംഭവം എൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നതാണ്. അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാവും. ദാനിയേൽ പ്രവചനം
12-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൻ്റെ 3-ാമത്തെ സെൻറ്റൻസാണ് ഞാൻ വായിച്ചത്. നിവൃത്തിയാവും. അപ്പോൾ ഇവിടെ ഒരു സംഭവം കൂടെ വ്യക്തപ്പെടുന്നത് ഇതിനോട് ചേർന്ന് വരുന്നതുകൊണ്ട് വളരെ രഹസ്യമായ ഒരു സംഭവം കൂടെ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അത് 8-ാം തിരുവചനമാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ. ആ ഒരു വചനം പ്രധാനപ്പെട്ടതാണ്. ഈ ലോകാവസാനം എന്ന സത്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ക്ലാസ്സിൽ ഇടാൻ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 വർഷം പൂർത്തിയായ 2026 ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേനും 3 വർഷം ഏകദേശം പൂർത്തിയാണ്. അതിൻ്റെ ഡേറ്റ് ഏകദേശം ഈ മാസം ഫെബ്രുവരി മാസം കൊണ്ട് അവസാനം. അപ്പോൾ 3 വർഷം പൂർത്തിയാണ്. ഈ 3 വർഷ കാലഘട്ടം അത്രയും ഏതാണ്ട് 400 വീഡിയോയുടെ അടുത്ത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇട്ടിട്ടും ഈ കാണുന്ന കേട്ട ഏതാണ്ട് 4.5 ലക്ഷം വരുന്ന ജനം കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ 4.5 ലക്ഷം ജനങ്ങളും 4 ലക്ഷത്തിൽ 10% വേണം ഞാൻ മാറ്റി നിർത്തിയേക്കാം. 4 ലക്ഷത്തിൽ 10% മാറ്റിയേക്കാം. ആ 10% പലപ്പോഴും ആൾക്കാർ പലപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്. ഇത് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ബദറെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ബദറെ, ഇത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണോ, ഇങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്. അത് വാട്സപ്പിൽ കൂടെയും നേരിട്ട് ഫോൺ വിളിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരെ കുറിച്ച് കർത്താവ് പറയുകയാണ്. 8-ാം തിരുവചനം, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 8-ാം തിരുവചനം അതിനകത്ത് ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭു ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് ബ്രദറെ? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെ സംഭവിക്കുമോ? ഞങ്ങൾക്കിതൊന്നും മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇനിയോട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ലോകാവസാനമൊന്നോ യേശുവിൻ്റെ വരവൊന്നും ഒരു കാര്യം പറയണേ, ഞങ്ങൾക്ക് അത് യാതൊരു വിശ്വാസവും ഇല്ല കേട്ടോ. അത് യേശു വന്ന വഴിയിൽ ഒരു വഴിയിൽ കൂടെ പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വഴി കൂടെ പുള്ളി അങ്ങോട്ട് പൊക്കോളും, നമുക്കോട് സ്വസ്ഥമായിട്ട് ജീവിക്കും, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. കർത്താവിന് പറയാം, ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല എന്ന പരമസത്യവും കൂടെ ഇതിനകത്ത് ചേർത്ത് വെച്ച് പറയുകയാണ്. അതുകൊണ്ട് ഈ 400 വീഡിയോ 3.5 വർഷം ഇരുന്ന് കേട്ടാലും 4 വർഷം കേട്ടാലും എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ വരനെക്കുറിച്ച് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. 10% ഉണ്ടെന്ന് ഞാൻ അതിൽ എടുത്ത് പറയുകയും ചെയ്യണം. കാരണം അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെ ഒരുങ്ങണം, എന്ത് രീതിയിൽ ജീവിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്തു കയ്യിൽ കൊണ്ടു നടക്കണം, ഏത് വസ്തുവിലേക്ക് നോക്കരുത്, ഏത് വസ്തുവിൽ കേൾക്കരുത്, ഏത് വസ്തുവിനെ ഉപയോഗിക്കരുത്, ഏത് വസ്തുവിന് വേണ്ടി പണം മുടക്കരുത് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന 10% ജനം ഈ 4 ലക്ഷത്തിൽ അവശേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ബാലിന് മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് സർവശക്തനായ ദൈവം പഴയ നിയമഗ്രന്ഥത്തിൽ എഴുതി വെച്ചതുപോലെ ഞാൻ നിങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഈ 4 ലക്ഷമോ അല്ലെങ്കിൽ 3 ലക്ഷമോ ജനത്തിൽ ഒരു 10% ആളെങ്കിലും ഇതിനകത്ത് മാറ്റപ്പെട്ടതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സന്ദേശം എനിക്ക് വളരെ ആത്മസംതൃപ്തി തരുന്നതാണ്. അതുകൊണ്ടാണ് 10% പറഞ്ഞത്. ആ 10% ജനങ്ങൾ ഇന്നും ഈ ക്ലാസ് കേട്ട് ഒരുക്കപ്പെട്ട ഒരു ചെറിയ വിഭാഗം ജനം ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അത് ദൂരദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർ പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ജോലിയെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായി വരുന്നു, പുതിയ സ്ഥലം മേടിച്ച് അവിടെ കൃഷി ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്കിലും ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നതിൽ കുറച്ചാളുകൾ ഇത് കേട്ടിട്ട് പറയുകയാണ്, എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ, കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നു, ഇതൊരു യാഥാർത്ഥ്യമാണെന്ന്. കഴിഞ്ഞ ഈ 2-3 ദിവസം ഞാൻ ആത്മീയ യാത്രയിലായിരുന്നു. എന്നോട് പറഞ്ഞല്ലോ, ചില വീടുകളിലൊക്കെ കൗൺസിലിംഗ് പോലെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോയിരുന്നു. മറ്റ് ഇതിൻ്റെ ആത്മീയ ശുശ്രൂഷകളുടെ ഒരുക്കത്തിന് വേണ്ടി പോയിരുന്നു. അവിടെയൊക്കെ കണ്ടുമുട്ടിയ വ്യക്തികൾ പറഞ്ഞു, വളരെ ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ദാനിയേൽ 12:8 എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് വചനം എടുത്ത് വെച്ച് വായിക്കും. നിങ്ങൾ പറഞ്ഞു ശരിയാണ്, അതിൻ്റെ അർത്ഥം മാത്രം നിങ്ങളിത് കേട്ടിട്ട് നോക്കുമ്പോൾ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാവിനെ കൊണ്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുണ്ടായി. കുറച്ചാൾക്കാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറയുന്നുമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, കർത്താവ് പറയാണ്, ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല എന്നത് ഞാൻ അല്പം ലഘൂകരിച്ച് പറയാണ്. ഇവർ കേട്ടെങ്കിലും കുറച്ചൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ അതിൽ നിന്ന് ക്രമീകരിച്ച് പറയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിൽ ഒരു ധ്യാന സെൻറ്റർ പോലെ രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ്. അടുത്ത മാസം, ഈ മാസം തന്നെ ഫെബ്രുവരി മാസം അവസാനം 27, 28, മാർച്ച് 1 തീയതികളിൽ നെടുമ്പാശ്ശേരിയുള്ള ആ ധ്യാന ഹാളിൽ
നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനകളും ആരാധനകളും കൂട്ടായ്മകളും ചർച്ചകളും ഒക്കെ ആയിട്ട് ഒരു ആത്മീയ ശുശ്രൂഷ മേഖല നമ്മളവിടെ ആരംഭിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും ആദ്യമായി സംഭവിക്കുന്ന ഈ ആത്മീയ പഠന പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ധ്യാനം കഴിഞ്ഞ ആദ്യത്തെ ഒരു ധ്യാനം അല്ലെങ്കിൽ ക്ലാസ് വെച്ചത് നമുക്ക് ഒരു വാഹന ഗതാഗതത്തെ നിരോധിച്ച് നിൽക്കുന്ന അവസ്ഥ, അതായത് ഒരു ബന്ധു പോലെ കേരളത്തിൽ വന്നിരുന്നു. അതോടനുബന്ധിച്ച് മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകൾ നമ്മൾ 2026 ഈ മാസം ഫെബ്രുവരി മാസം 27, 28, മാർച്ച് 1 തീയതികളിൽ സംഭവിക്കുകയാണ്. ഡേറ്റുകൾ വീണ്ടും അറിയിക്കുന്നത്. കുറച്ച് ആളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചുകൊണ്ട് വരണം. നിങ്ങളുടെ രേഖകളൊക്കെ ആയിട്ട് വേണം വരാൻ. വെറുതെ ഒരു സ്ഥലത്തേക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ആരും ഇറങ്ങി പുറപ്പെടരുത്. അപ്പോൾ നിങ്ങൾ ഇന്നിക്ക് ധ്യാനത്തിന് വന്നവർക്ക് എന്താ ആധാർ കാർഡ് എന്തിനു വേണം? അങ്ങനെ ചോദ്യമൊന്നും വേണ്ട. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എവിടെ യാത്ര ചെയ്താലും നമ്മൾ പ്രൂഫോടുകൂടി, നമ്മൾ എവിഡൻസോടുകൂടി, തെളിവോടുകൂടി നമ്മൾ യാത്ര ചെയ്യണം. ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ കയ്യിലുണ്ടാവണം, ഇല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി ഉണ്ടാവണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റെക്കോർഡ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെ പോയാലും, അത് ധ്യാനത്തിന് വരുമ്പോഴെന്നല്ല, എവിടെ സഞ്ചരിച്ചാലും, ഞാനിപ്പോൾ എവിടെ പോയാലും എൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് എൻ്റെ വാഹനത്തിലോ പേഴ്സിലോ ഉണ്ടാവും. കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ചെക്കിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒരു സാധാരണക്കാരൻ ചോദിച്ചാലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ്. ഇപ്പോൾ ഉള്ള ഐഡൻറ്റിറ്റി കാർഡ് അത് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് യാത്ര ചെയ്താലും ആധാർ കാർഡിൻ്റെ കോപ്പി അല്ല പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ക്ലാസ്സിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളിലേക്ക് ധാരാളം ആളുകൾ വന്നാൽ അവർക്കൊന്നൊരുങ്ങാനുള്ള ചെറിയ അവസരം, ചെറിയ സമയം കർത്താവ് ഇങ്ങനെ കൈവിരലിൻ്റെ അറ്റത്ത് വെച്ചിട്ടുണ്ട്. കർത്താവ് കരം വലിച്ചാൽ ലോകത്ത് യുദ്ധം അതിശക്തമായിട്ട് ആരംഭിക്കും. അത് ആരംഭിക്കേണ്ട സമയങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അതുകൊണ്ടാണ് സെഫാൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു, അത് അതിവേഗം നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ 2000 ആണ്ട് കഴിഞ്ഞിട്ട് 26 വർഷം കടന്നുപോയി. എതിലെയാണ് 2000 ആണ്ടിന് ശേഷം 26 വർഷക്കാലം എതിലേ കടന്നുപോയി നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എത്രയോ പെട്ടെന്നാണ് 26 വർഷക്കാലം കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മരണത്തിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ വേറെ ഭാഷയെ പറഞ്ഞാൽ, എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞാൽ, എൻ്റെ വ്യക്തമായ ഭാഷയിൽ, എൻ്റെ വ്യക്തിപരമായ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ക്ലാസ് കൂടുന്നവർക്കോ അല്ലെങ്കിൽ സഭയിൽ വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ ജീവിക്കുന്നവർക്കോ മരണം എന്നൊരു സ്ഥാനമോ അർഹതയോ ഇല്ല. അവർക്ക് മരണമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് തൻ്റെ ശരീരത്താൽ മരണം ഏറ്റെടുത്ത്, തൻ്റെ ശരീരത്തിൽ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ തിന്മയുടെ വേദന പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വന്തം ശരീരത്തിൽ ആഹ്വാനിച്ചെടുത്ത് ആ മരണത്തെ കീഴടക്കിയ, ആ മരണത്തെ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്ത സർവശക്തനായ യേശു ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്ക് മരണമില്ല, മറിച്ച് നിദ്രയാണുള്ളത്. ആ നിദ്രയിലൂടെ കടന്ന് നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.